ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 32. ഗുരുവിനെയും ദൈവത്തെയും തേടി പട്ടിണി വ്രതം അനുവദിച്ചില്ല. ഈ അധ്യായത്തിൽ ഹേമന്ത് പന്ത് 2 വിഷയങ്ങൾ വിവരിക്കുന്നു. 1. എങ്ങനെ ബാബ തന്റെ ഗുരുവിനെ കാട്ടിൽ കണ്ടുമുട്ടി അവരുടെ വഴിയിൽ ദൈവത്തെയും. 2. ശ്രീമതി മേഘ 3 ദിവസം പട്ടിണി കിടക്കുവാൻ തീരുമാനിച്ചിരുന്നു. അവളെ ബാബ എങ്ങനെ പൂരൻ ബോളി കഴിപ്പിച്ചു. മുഖഗുരു. മുമ്പിൽ ഹേമന്ത് പന്ത് അശ്വത്ഥ വൃക്ഷത്തെ ദൃഷ്ടാന്തമാക്കി സംസാരത്തെ വിവരിക്കുന്നു. കാഴ്ചയുള്ള ലോകം. ഗീതയിൽ എഴുതിയ പ്രകാരം ആ വൃക്ഷത്തിന് വേര് മേലെയും കൊമ്പുകൾ താഴെയുമായി വളരുന്നു. അതിന്റെ കൊമ്പുകൾ താഴോട്ട് വന്ന് മേലോട്ട് പോകുന്നു. ഗുണങ്ങളാൽ വളരുന്നു, ഇന്ദ്രിയങ്ങളാൽ പരക്കുന്നു. അതിന്റെ വേരുകൾ സംഭവങ്ങളായി ഈ ലോകത്തിലെ മനുഷ്യർക്കായി താഴോട്ട് നീണ്ടുവരുന്നു. അതിന്റെ അവസാനം അല്ലെങ്കിൽ താങ്ങൽ എല്ലാം അതുപോലെയാണ്. ബന്ധമില്ലായ്മ എന്ന ആയുധത്താൽ അങ്ങനെയുള്ള ശക്തിയായ അശ്വത്ഥ വൃക്ഷത്തിന്റെ വേരുകൾ വെട്ടി ചവിട്ടി മുന്നോട്ടുള്ള പാതയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവന് വീണ്ടും ജന്മമില്ല. ഈ പാതയെ തരണം ചെയ്യാൻ ഒരു നല്ല ഗുരു തീർച്ചയായും ആവശ്യമാണ്. ഒരു മനുഷ്യൻ വേദാന്തത്തിൽ എത്ര ആഴത്തിൽ മുഴുകിയിരുന്നാലും അവൻ എത്തിച്ചേരേണ്ട സ്ഥലത്ത് തടസ്സമില്ലാതെ എത്തുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഒരു ഗുരു അവനെ സഹായിക്കാനുണ്ടായി ശരിയായ വഴി കാണിച്ചു കൊടുത്താൽ അവൻ കുഴികളിൽ വീഴാതെയും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടും തൻ്റെ യാത്ര തുടരുവാൻ കഴിയുന്നു. ഈ കാര്യത്തിൽ ബാബയുടെ പരിശീലനം നമുക്ക് തന്ന കഥകളിലൂടെ നോക്കുമ്പോൾ അതിശയകരമാണ്. നാം അവയെ അനുസരിച്ചാൽ വിശ്വാസവും ഭക്തിയും കൂടുതലായി ലഭിക്കും. അരയാൽ. ഒരിക്കൽ ഞങ്ങൾ 4 പേർ മതപരമായ പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു. ഞങ്ങൾ ബ്രഹ്മത്തിനെ പറ്റി വാദിക്കുവാൻ തുടങ്ങി. ഒരുവൻ പറഞ്ഞു, നാം നമ്മുടെ പ്രയത്നത്താൽ നമ്മളെ ഉയർത്തണം. രണ്ടാമത്തെയാൾ പറഞ്ഞു, ഏതൊരുവന് മനസ്സിനെ നിയമപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അവൻ ആശീർവദിക്കപ്പെട്ടവനാണ്. നമ്മൾ ആലോചനകളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് സ്വതന്ത്രരാവണം. നമ്മളില്ലാതെ ഈ ലോകം ഒന്നുമില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനാൽ നമ്മൾ വാസ്തവങ്ങളെയും അല്ലാത്തതിനെയും തിരിച്ചറിയണം. നാലാമത്തവൻ പറഞ്ഞു, വായനയിലൂടെയുള്ള അറിവ് മാത്രം ഉപയോഗപ്രദമല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരം, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ ഇവയെ ഗുരുവിന്റെ പാദങ്ങൾ സമർപ്പിക്കണം. ഗുരു സർവവ്യാപിയായ ദൈവമാണ്. ശക്തമായ ദൃഢവിശ്വാസം കിട്ടണമെങ്കിൽ ബന്ധമില്ലാത്ത വിശ്വാസം ആവശ്യമാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാണ്ഡിത്യമുള്ളവരായി ഞങ്ങൾ 4 പേരും ദൈവത്തെ തേടി കാടുകൾ ചുറ്റി നടന്നു. 3 പേർ തുണയില്ലാതെ ചുറ്റിത്തിരിയുവാൻ ആഗ്രഹിച്ചു. വഴിയിലൊരു വാണിജ്യൻ ധാന്യങ്ങളും മറ്റും ഒരു കാളവണ്ടിയുടെ പുറത്ത് കയറ്റി കച്ചവടം ചെയ്യുവാൻ വന്നയാൾ ഞങ്ങളെ കണ്ട് ചോദിച്ചു, ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, ദൂരെ കൂടുതലുള്ള സ്ഥലത്തേക്കാണോ നിങ്ങൾ പോകുന്നത്? കാട്ടിലേക്കെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, എന്തന്വേഷിച്ചാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ അതിന് ഒഴിഞ്ഞു മാറുന്നതും ശുദ്ധമല്ലാത്തതുമായ മറുപടി നൽകി. ഞങ്ങൾ ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിയുന്നത് കണ്ട് അവൻ അനുകമ്പയോട് പറഞ്ഞു, കാട് മുഴുവനും അറിയാതെ നിങ്ങൾ അങ്ങനെ ചുറ്റിത്തിരിയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് കാട്ടിൽ നടക്കണമെങ്കിൽ നിങ്ങളൊരു മാർഗോപദേശിയെ കൂടെ കൊണ്ടുപോകണം. ഈ ഉച്ചവെയിലിൽ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി കഷ്ടപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ അരയാലിനെ കുറിച്ച് എന്നോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ കുറെ റൊട്ടി തിന്നിട്ട് വെള്ളം കുടിച്ച് കുറെ വിശ്രമത്തിന് ശേഷം ചെല്ലുക. എപ്പോഴും മനഃശക്തിയോടെ ഇരിക്കുക. അവൻ വളരെ സൗമ്യമായും സംസാരിച്ചുവെങ്കിലും ഞങ്ങൾ അവന്റെ അപേക്ഷയെ സ്വീകരിക്കാതെ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന ഭാവത്തോടും ആരുടെയും സഹായവും ആവശ്യമില്ലെന്ന് കരുതി മുന്നോട്ട് നടന്നു. കാട് വളരെ വലിയതും വഴിയില്ലാത്തതുമായിരുന്നു. അവിടെയുള്ള മരങ്ങൾ തിങ്ങി വളർന്നിരുന്നതിനാൽ സൂര്യവെളിച്ചത്തിന് അകത്ത് കടക്കുവാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഞങ്ങൾ വഴിതെറ്റി അങ്ങുമിങ്ങും വളരെ നേരത്തേക്ക് അലഞ്ഞു നടന്നു. ഒടുവിൽ ഭാഗ്യവശാൽ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. ആ വ്യാപാരി ഞങ്ങളെ വീണ്ടും കണ്ടുമുട്ടി പറഞ്ഞു, നിങ്ങളുടെ സാമർത്ഥ്യത്തെ വിശ്വസിച്ച് നിങ്ങളുടെ വഴി തെറ്റി. ചെറിയ കാര്യങ്ങളായാലും ശരി, വലിയ കാര്യങ്ങളായാലും ശരി, എപ്പോഴും ഒരു വഴികാട്ടി ആവശ്യമാണ്. മാത്രമല്ല
ഒരു അന്വേഷണത്തെയും വിശപ്പോടുകൂടി വിജയകരമായി പൂർത്തിയാക്കുവാനും കഴിയില്ല. ദൈവം ഇച്ഛിച്ചില്ലായിരുന്നുവെങ്കിൽ നാം ഈ വഴിയിൽ കണ്ടുമുട്ടുമായിരുന്നില്ല. ഭക്ഷണത്തെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ അരുത്. ആരെങ്കിലും ഭക്ഷണം തന്നാൽ അതിനെ വിജയത്തിന്റെ ഒരു നല്ല ശകുനമായി കരുതണം. അങ്ങനെ പറഞ്ഞ് അവൻ വീണ്ടും ഞങ്ങൾക്ക് ഭക്ഷണം നൽകി. സൗമ്യമായും ക്ഷമയായും ഇരിക്കുവിൻ എന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാർ വീണ്ടും ഈ വിളിക്കാത്ത മര്യാദ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ആദരവിനെ നിരാകരിക്കുന്നു. ഒരു അന്വേഷണവും നടത്താതെ ഒന്നും കഴിക്കാതെ ആ 3 പേർ വീണ്ടും നടക്കാൻ തുടങ്ങി. അവർ തികച്ചും വിശ്വാസത്തോടു കൂടിയായിരുന്നു നടന്നത്. ആ വാണിജ്യന്റെ സ്നേഹം അസാധാരണമായതായിരുന്നു. ഞങ്ങൾ വളരെ അറിവുള്ളവരാണെന്ന് സ്വയം വിചാരിച്ചുവെങ്കിലും ദയയ്ക്ക് അപരിചിതമായിരുന്നു. ആ കച്ചവടക്കാരൻ പഠിപ്പില്ലാത്തവനും അറിവില്ലാത്തവനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനുമായിരുന്നു. എന്നാൽ മനസ്സിൽ നല്ല സ്നേഹമുണ്ടായിരുന്നതിനാൽ ഞങ്ങളെ റൊട്ടി തിന്നുവാൻ വിളിച്ചു. ഇപ്രകാരം ഏതൊരുവൻ ആരാണെന്ന് നോക്കാതെ മറ്റുള്ളവരെ സമമായി സ്നേഹിക്കുന്നുവോ അവൻ ജ്ഞാനിയാണെന്നും അവന്റെ മര്യാദയെ ആദരിക്കുന്നതാണ് അറിവിന്റെ ആരംഭമെന്നും ഞാൻ കരുതി. അതുകൊണ്ട് വളരെ മര്യാദയോടുകൂടി ഞാൻ ആ ഒരു കഷ്ണം റൊട്ടി മേടിച്ച് തിന്നിട്ട് വെള്ളവും കുടിച്ചു. പിന്നെ ഗുരു ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണോ? ഞാൻ നിങ്ങൾക്ക് എന്താവശ്യമാണ് അത് സാധിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ആര് വിശ്വസിക്കുന്നുവോ അവർ മാത്രമേ വിജയികളാവൂ. മറ്റുള്ളവർ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. പിന്നെ അവിടെ നിന്ന് പോയി. ഞാൻ മര്യാദകളോടുകൂടി അദ്ദേഹത്തിന്റെ ആജ്ഞകളെ സ്വീകരിച്ചു. അദ്ദേഹം എന്നെ ഒരു കിണറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ കാലുകളെ ഒരു കയറുകൊണ്ട് കെട്ടി അരികിലുള്ള ഒരു മരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി. അത് കിണറ്റിലെ വെള്ളത്തിൽ നിന്നും 3 അടി ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈകളോ വായോ വെള്ളം തൊടാൻ സാധ്യമായിരുന്നില്ല. ഇങ്ങനെ എന്നെ തൂക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അദ്ദേഹം എവിടേക്ക് പോയെന്നോ ആർക്കും അറിയത്തില്ല. 10 or 12 നാഴികൾക്ക് ശേഷം 4-5 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. എന്നെ വേഗത്തിലെടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഏറ്റവും പരമസുഖത്തിലായിരുന്നു ഞാൻ. എങ്ങനെ എന്നെ പോലെയുള്ള ഒരു വിഡ്ഢിക്ക് ആ സന്തോഷത്തെ പറയുവാൻ സാധിക്കും? ഇത് കേട്ട് ഗുരു വളരെ കരുണയോടും ലാളിത്യത്തോടും എന്നെ അരികിലിരുത്തി എൻ്റെ തല തടവിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കാമോ അതുപോലെ എന്നെ നോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാഠശാലയിൽ എന്നെ ചേർത്തു. എത്ര നന്നായിരുന്നു അത്! അവിടെ ഞാൻ എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരെയും മറന്നു. എൻ്റെ ബന്ധങ്ങളെല്ലാം മറഞ്ഞ് ഞാൻ സ്വതന്ത്രനായി. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ എപ്പോഴും നോക്കി നിന്ന് തഴുകണമെന്ന് ആശിച്ചു. അദ്ദേഹത്തിൻ്റെ രൂപം എൻ്റെ കാഴ്ചയിലില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു കുരുടനാവാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ളതായിരുന്നു ആ പാഠശാല. അതിൽ ചെന്ന് ആരും വെറും കൈയോടെ പോന്നിട്ടില്ല. എൻ്റെ ഗുരു എനിക്കെല്ലാം അയച്ചു തീർന്നു. എൻ്റെ വീട്, അമ്മ, അച്ഛൻ എല്ലാം, എൻ്റെ ഉണർവുകളെല്ലാം. അവയുടെ സ്ഥലങ്ങളെ വിട്ട് എൻ്റെ കണ്ണുകൾ ഒന്നിച്ചുകൂടി. എൻ്റെ കാഴ്ച അദ്ദേഹത്തിലുമായി. അങ്ങനെ ഗുരുവായിരുന്ന എൻ്റെ ഭക്തിയുടെ വസ്തുത മറ്റാരെയും എനിക്കറിയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സും ബുദ്ധിയും നിശബ്ദമായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ നിശബ്ദതയിൽ സ്മരിച്ചിരുന്നു.